രാവിലെ തന്നെ ഉണ്ടല്ലോ സനോയും പപ്പയും കൂടിയിട്ട് കടയിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നേ. കുറച്ച് പണിക്കുള്ള സാധനങ്ങൾ മേടിക്കാനും പലകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. അതിൻ്റെ കൂടെ കുറച്ച് മണ്ണും കമ്പോസ്റ്റും അങ്ങനത്തെ സാധനങ്ങളും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറേ എല്ലാം ഡെലിവറി ആണ് കേട്ടോ ഉണ്ടായിരുന്നത്, കാരണം വണ്ടിക്കകത്ത് നമുക്ക് കൊള്ളൂലായിരുന്നു. പിന്നെ ഔട്ട് ഹൗസിനും ചെറിയൊരു പണി നടത്തണം എന്നുണ്ടായിരുന്നേ. അതിനകത്താണെങ്കിൽ നമുക്കൊരു ചെസ്റ്റ് ഓഫ് ഡ്രോയർ ഉണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ ഇട്ട് വെക്കാൻ വേണ്ടി കളയാൻ ആരോ വെച്ചിരുന്ന സാധനം നമ്മൾ എടുത്തുകൊണ്ട് വന്നതായിരുന്നു സത്യത്തിൽ. അത് പൊട്ടിപ്പൊളിഞ്ഞാകെ ഇരുന്നുകൊണ്ട് അതിനെടുത്ത് കളയാൻ വിചാരിച്ച് ഞങ്ങൾ ഇരിക്കുമായിരുന്നു കേട്ടോ. എടുത്ത് കളയാൻ എന്താ പറയുക, അതിനുള്ള മെനക്കെടാനുള്ള സമയമില്ലാത്തതുകൊണ്ടും ഒരു മടി പിടിച്ചിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ പപ്പയുള്ള സമയത്ത് അതൊക്കെ കളയാമെന്ന് വിചാരിച്ച് പുറത്തിറക്കിയപ്പോണ്ട് പപ്പ പറഞ്ഞു അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അതിന് മൊത്തത്തിലൊരു മേക്ക് ഓവർ ചെയ്തെടുത്തു കേട്ടോ. വലിയൊരു ചെസ്റ്റ് ഓഫ് ഡ്രോയർ ആയിരുന്നു, അതിനതാ ഇതുപോലൊരു കുഞ്ഞ് ചെസ്റ്റ് ഓഫ് ഡ്രോയർ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഒരു ഫിനിഷിങ് ടച്ചും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് പെയിൻറ്റൊക്കെ അടിച്ച് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളുടെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിഷ് ടാങ്ക് ഉണ്ടല്ലോ, ഫിഷ് ടാങ്ക് ഇതിൻ്റെ മുകളിൽ വെക്കാം എന്നുള്ളൊരു ഉദ്ദേശമാണ് കേട്ടോ. അപ്പോൾ സച്ചിനെ കൊണ്ട് പെയിൻ്റ് അടിപ്പിക്കാനൊക്കെ നോക്കി, പക്ഷേ അവൾ ജസ്റ്റ് ഒരു തവണ ഒന്ന് അടിച്ചിട്ട് വേഗം ഓടിപ്പോൾ ഈ പണി എനിക്ക് പറ്റിയതല്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ പെയിൻ്റൊക്കെ ഒരുവിധം അടിച്ചിട്ടുണ്ട്. ഇനി ഡ്രോയേഴ്സും കൂടി ഫിറ്റ് ചെയ്യാനുണ്ട്. അതിൻ്റെ പണികൾ ഇന്ന് ചെയ്യാൻ പിന്നെ സമയം കിട്ടിയില്ല, രാത്രി ഒരുപാടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി പണി അടുത്ത ദിവസം.